അറബ് നാറ്റോ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അറബ് നാറ്റോ പൊളിയുകയാണ് എന്ന് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടി വരും. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ സഖ്യമുണ്ടാക്കിയത് മാസങ്ങൾക്ക് മുമ്പാണ്. ഖത്തറിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. കൂടുതൽ രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് എത്തുമെന്നും മുസ്ലിം നാറ്റോ വരികയാണെന്നും വാർത്തകൾ വന്നു. എന്നാൽ തുർക്കി ഇപ്പോൾ തങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തുർക്കി ഞങ്ങളും ഈ സഖ്യത്തിൽ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ തുർക്കി ഞങ്ങൾ ഈ സഖ്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ ഇടപെടാൻ സാധിക്കും. അതായത് സൗദി അറേബ്യയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അവർക്കെതിരായിട്ടുള്ള സൈനിക നീക്കത്തിന് പാകിസ്ഥാന് സാധിക്കും, തിരിച്ചും അങ്ങനെ തന്നെ. എന്നാൽ ഈ സഖ്യത്തിലേക്ക് ഇല്ല എന്നാണ് നിലവിൽ തുർക്കി പറയുന്നത്. നാറ്റോ സൈനിക സഖ്യത്തിലെ അംഗരാജ്യമാണ് തുർക്കി. അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോയിൽ കൂടുതൽ സൈനികരുള്ളത് തുർക്കിയുടേതാണ്. ലോകത്തിലെ പ്രധാന ആയുധ കയറ്റുമതി രാജ്യം കൂടിയാണ് തുർക്കി. യൂറോപ്പിലും ഏഷ്യയിലും വേരുള്ള തുർക്കി അതിവേഗം വളരുന്ന രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രതിരോധ സഹകരണം ആകാമെങ്കിലും സൈനിക സഖ്യത്തിനില്ല എന്ന് തുർക്കി നിലവിൽ പറയുന്നു. തുർക്കിയിലെ രാഷ്ട്രീയ നേതാക്കളും സൈനിക ഓഫീസർമാരും ഈ നിലപാടാണ് പങ്കുവെക്കുന്നത് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുർക്കിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി വളരെ പിന്നിലാണ് പാകിസ്ഥാൻ. മാത്രമല്ല പാകിസ്ഥാന് 4 ഭീഷണികൾ നിലനിൽക്കുന്നുവെന്നും തുർക്കി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അത്തരമൊരു രാജ്യത്തിന് സൈനിക സഖ്യത്തിന് നേതൃത്വം നൽകാൻ സാധിക്കില്ല എന്നാണ് തുർക്കിയുടെ നിലപാട്. ഇറാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 അതിർത്തികളിലും പാകിസ്ഥാൻ വെല്ലുവിളി നേരിടുന്നുണ്ട്. കൂടാതെ ബലൂചിസ്ഥാനിലേത് ഉൾപ്പെടെ ആഭ്യന്തര വെല്ലുവിളികളും പാകിസ്ഥാനിലുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി സൈനിക സഖ്യമുണ്ടാക്കുന്നത് ബുദ്ധിയല്ല എന്നാണ് തുർക്കിയുടെ നിലപാട്. അതേസമയം പ്രതിരോധ സഹകരണ ചർച്ച നടക്കുന്നുണ്ടെന്നും തുർക്കി പറയുന്നു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമല്ല പാകിസ്ഥാൻ സൗദി അറേബ്യ സൈനിക പ്രതിരോധത്തിന് കാരണം. ഏറെ നാളായി ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഖത്തറിൽ ആക്രമണം ഉണ്ടായ വേളയിൽ ഈ കരാർ ഒപ്പുവെച്ചതോടെ ചേർത്ത് വായിക്കപ്പെടുകയായിരുന്നു. സൈനിക സഖ്യത്തിലേക്ക് തുർക്കി കൂടി എത്തിയാൽ വലിയ സൈനിക സഖ്യത്തിന് വഴിയൊരുക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു. മുസ്ലിം നാറ്റോ എന്നും ചില മാധ്യമങ്ങൾ ഇവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.